ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞൊരു ഓണസദ്യ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാണ്. അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സദ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാഴ ഇല മുറിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പേപ്പർ വാഴ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാടൻ സദ്യ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. എല്ലാം അതുപോലെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ബിരിയാണി, നെയ്ച്ചോറ്, മന്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതും രാവിലെയാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കാമല്ലേന്ന്. പിന്നെ മക്കൾ പോകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അനിയത്തി മക്കളും അനിയനൊക്കെ വെക്കേഷന് വന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേനും അവർ പോകും. അപ്പോൾ പിന്നെ സദ്യ ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കതൊരു വിഷമമാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്താലും മക്കളത് നന്നായിട്ടുണ്ട്, ഉമ്മച്ചി ഇഷ്ടമായി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വിളമ്പിലൊക്കെ അവരായിട്ട് ചെയ്യും. ഇത് ഞാൻ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൽ കറികളൊക്കെ കുറവാണ്. ഉള്ള കറികൾ കുറച്ചൊക്കെ ഉള്ളൂ. എന്നാലും ഞങ്ങളും ചെറിയൊരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. ഇതിൽ ഞാൻ കാളനൊന്നും കുറുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ പകരം അവയിലുണ്ടായിരുന്നു. പിന്നെ കാളം വേണ്ടല്ലോ വിരിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലില്ലാത്തത് ഇതിലുണ്ട്, ഇതിലില്ലാത്തത് അതിലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ശർക്കര ഉപ്പേരിയും മറ്റേ കായ വറുത്തതും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സേമിയ പായസം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയിട്ട്. ഞാൻ പരിപ്പ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടേക്കും. നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കില്ല, ആ ഒരു സമയം കൊണ്ട്. പിന്നെ അത് ആ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് അതിൽക്കൊരു തക്കാളി ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ അത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത്, ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇടണം പച്ചക്കായം. കായപ്പൊടിനെ കാട്ടി നല്ലത് ഇതുപോലത്തെ കട്ടക്കായാണ്. അപ്പോൾ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ട് 2 വിസിലടിക്കുക. അപ്പോൾ ഇതാ കഷ്ണം എല്ലാം കൂടി വെന്ത് വരും. പുളിവെള്ളം മുന്നൊഴിക്കുന്നതുകൊണ്ടാണ് കഷ്ണങ്ങളൊന്നും വെന്ത് ഉടയാത്തത്. ഇനി ഇതാ ഒരു പാനം ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്നും ഉടയാതെയും പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല, അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി തിളച്ചും കൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവ പൊട്ടിച്ച് കടുക് പൊട്ടിച്ചു. ഇനി കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് സാമ്പാർ പൊടി ആയാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സാമ്പാറിന് നല്ല മണം, രുചിയൊക്കെ കൂടുതലാണ്. ഇനി ഇത് അവിടെ കിടന്നിട്ട് ഒന്ന് 2 തിളച്ചോട്ടെ. നമ്മൾ വെണ്ടയ്ക്കയും കൂടി അതിൻ്റെ കൂടെ ഒന്ന് വെന്ത് വരും. ഇനി അതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ട്. ചോറിന്, ദോശക്ക്, ഇഡ്ഡലിക്ക് എന്തിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമല്ലേ. ഇനി നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. അവിയൽ കഷ്ണങ്ങൾ മുറിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരം വേവിക്കുക. എന്നിട്ട് അത് തുറന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് വെക്കും. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചമുളക്, നമുക്ക് എത്ര എരിവിന് ആവശ്യം വേണം അതിനുള്ള പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പകുതി വേവായതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ്. അല്ലെങ്കിൽ പച്ചക്കറിയുടെ കളർ മാറി വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് പകുതി ആയതിൻ്റെ ശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി അവിയലിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ 2-3 ചെറുള്ളി, അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയിട്ട്, നന്നായി അരച്ചെടുക്കണ്ട. ഇനി ഇതാ അവിയലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മീതൊക്കെ ഇട്ടിട്ട് ഒരു മിനിറ്റ് അതൊന്ന് അടച്ച് വെക്കുക. ആ 1 മിനിറ്റ് പറയുന്നത് നമുക്ക് ഇതുപോലെ ആവി വരുന്ന ആ ഒരു സമയം അത്ര മതിയിട്ടായാലും കൂടുതൽ വേണ്ട, അടി പിടിക്കും. ഇനിയിപ്പോൾ ഒന്ന് പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും അവിയൽ ഇങ്ങനെ ഇളക്കാൻ പാടില്ല എന്നാണ് പറയുക, കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. ഇനി ഞാൻ ഇതിലേക്ക് തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അവിയലിൻ്റെ 3/4 ഭാഗം പണി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും മാറ്റി വെച്ചു. ഇനി എനിക്ക് സദ്യയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറി. അപ്പോൾ ഇനി അത് ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ മനസ്സിലാവാത്തവരൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഒരു നേന്ത്രക്കായും അതുപോലെ കുറച്ച് ചേനയും കൂടിയിട്ട് മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് കടല ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് മധുരത്തിനുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും ആകുമ്പോഴത്തേക്കും നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കുക. നാളികേരത്തിലേക്ക് ചെറിയ ജീരകം, കുരുമുളക് പൊടി അതിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. വറുത്തെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇനി ഒന്ന് പൊടിച്ചെടുക്കുക, വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുക്കുക. കണ്ട അപ്പോൾ അതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പോലെ അരഞ്ഞു വരും. അപ്പോൾ അത് ഇതാ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ആ മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് തിളക്കാനുള്ള ഒരു സുഖത്തിനുള്ളതാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിടണം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ചധികം നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ട് ആ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ കൂട്ടുകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓലന ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓലന് വേണ്ടിയിട്ട് കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ ഇലയാണ് നമ്മൾ ഓലന ഉണ്ടാക്കിയെടുക്കുന്നത്.
പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചുള്ള പച്ചമുളകാണ്. പിന്നെ ഇതാ നാളികേരപ്പാൽ, 1-ാം പാലും വേണം, 2-ാം പാലും വേണം. നല്ല കട്ടിയിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 2-ാം പാലിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് പച്ചവെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്, ഇങ്ങനെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഉപ്പ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. കുമ്പളങ്ങ ആയ കാരണം വേഗം വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷം 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ 2-ാം പാലൊന്ന് വറ്റി വരുമ്പോൾ കുറച്ച് പയറിട്ട് കൊടുക്കുക. പയർ നിർബന്ധമില്ല, പക്ഷേ പയറിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. ഇനി അതൊന്ന് വറ്റിയതിൻ്റെ ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടാൽ അത് റെഡി ആയിട്ട്. പിന്നെ പുളിഞ്ചിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും, ഇത്രയും വിഭവങ്ങളായിട്ട് കാണിച്ചു തരികയല്ലേ. പിന്നെ ഇതൊക്കെ ഒരു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെച്ചതല്ലേ, അപ്പോൾ അതങ്ങോട്ട് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറഞ്ഞോളൂ. എനിക്കപ്പോൾ പുതിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ഇനി ഇതാ നമ്മുടെ നാരങ്ങക്കറിയാണ് കേട്ടോ. വടവുപ്പുളി നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓണത്തിന് നിർബന്ധമായിട്ടും മേടിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഒരു വടവുപ്പുളി. ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, പുറത്തൊന്നും വെക്കരുത്. അപ്പോൾ എരിവിന് കുറച്ച് പച്ചമുളകും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ആ മുളക് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കുക. നമുക്ക് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കായും ഉലുവയും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടുകൊന്നും വറുത്തിടുന്നില്ല. നമ്മൾ അതിൻ്റെ പകരം കുറച്ചധികം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടി മണവും രുചിയൊക്കെ കൂടും കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയാൽ ഇതാ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കാളം കൊടുക്കാനും അതുപോലെ കൂട്ടുകറിക്കൊക്കെ നമ്മൾ കായ മുറിച്ചതിൻ്റെ തൊലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രണ്ടും കൂടി വെച്ചിട്ട് പയറും കായയുടെ തൊലിയും കൂടി ഒരു ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ടാണ്. ചുവന്നുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കായയുടെ തൊലി ഒന്ന് വേവാനുള്ള വെള്ളം, അപ്പോൾ അത്രയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പയർ ഞാൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഇതിൽ കൂടിയുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റണ വരെ വേവിച്ചെടുക്കുക. ഒന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കായയുടെ തൊലിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും വെക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു ഉപ്പേരിയാണ് കായയുടെ തൊലി വെച്ചിട്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ 2 തരം പായസം വെച്ചിട്ടുണ്ടായിരുന്നു ഈ 2 സദ്യക്കും. അപ്പോൾ ഇത് ഞാൻ പുഡിംഗ് പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. ഇതും കൂടി ഇവിടെ പറയുകയാണെങ്കിൽ അത് വലിയ വീഡിയോ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അനിയത്തി മക്കളൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയ സദ്യയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഞാൻ അന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ചോറ്, പുളിയിഞ്ചി, നാരങ്ങക്കറി, അതുപോലെ ഓലൻ, കാളൻ, അങ്ങനെ എല്ലാം ഒരുവിധം. എനിക്കിതിൻ്റെ പേരുകളൊന്നും അങ്ങനെ ഓർഡറായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പുളിയിഞ്ചി, നാരങ്ങക്കറി, മത്തങ്ങയും പയറും എലിശ്ശേരി, കൂട്ടുകറി, ഉരുളൻകിഴങ്ങ് കൊണ്ട് സ്റ്റൂ, അതുപോലെ ഓലൻ, പിന്നെ പച്ചക്കറി വരച്ചപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊരു ഉപ്പേരി. അത് കാരണം കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ അവിയൽ, പിന്നെ അതാ പഴം പുഴുങ്ങിയത്, ശർക്കര ഉപ്പേരി, പിന്നെ കുറച്ച് കായ വറുത്തതും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ചോറും സാമ്പാറും പപ്പടും, പിന്നെ നമ്മുടെ സാധാ സേമിയ പായസം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഇന്നലെ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലുള്ളൂ, എല്ലാവരും കൂടി ഉള്ള അപ്പോൾ കുറേ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ ആൾക്കാരാണ്, ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത് അനിയത്തിക്കും മക്കൾക്കും കൊടുത്ത സദ്യയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് പറയുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. എത്ര കഷ്ടപ്പെടണമൊന്നും വേണ്ട, നമുക്ക് കടയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് മേടിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് പിന്നെ ആ ഒരു കഴിക്കണേൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ കിട്ടാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കും അവർക്കും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ള എൻ്റെ ഓണത്തിൻ്റെ വിഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.